കമ്മ്യൂണിസ്റ്റ് പാർട്ടി തികഞ്ഞ സംഘടനാ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല. അഴിമതി നടത്തുന്നവരെയും പാർട്ടി സംഘടനാ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരെയും പാർട്ടി ഒരു തരത്തിലും സംരക്ഷിക്കില്ല. സഖാവ് ജെ.സി. അനിലിനെതിരായി കർശനമായിട്ടുള്ള നടപടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൌൺസിൽ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനാണ് പാർട്ടി എടുത്ത തീരുമാനം. അവിടെ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഉണ്ടായില്ല. അവിടെ പാർട്ടിയിൽ നിന്നും ആരും വിട്ടുപോയില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ സഖാക്കളും ഈ പാർട്ടിയോടൊപ്പം ഉണ്ടാകും. ധാരാളം പേര് അവരോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദം ഒരടിസ്ഥാനവുമില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഒരു കരുത്തും ചോരാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനങ്ങളുമായി കടക്കലിൽ മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളുടെ ഒപ്പം 700-ലധികം ആൾക്കാരുണ്ട് എന്നുള്ളതായിരുന്നു വാർത്താസമ്മേളനത്തിലടക്കം അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ രാജിവെച്ചതുമായി പദ്ധതി സംസാരിക്കുന്നു. കാരണം സ്വാഭാവികമായും പാർട്ടിക്ക് സ്വാധീനമുള്ള വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. ഒരു 700 ഇല്ല, ഒരു 500 ഇല്ല, ഒരു 200 ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാക്കളും ഈ പറയുന്നവർ പ്രചരിപ്പിക്കുന്നത് പോലെ പാർട്ടി വിട്ടുപോകില്ല. ആ കാര്യത്തിൽ പാർട്ടിക്ക് ഉറപ്പുണ്ട്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കളാണ്. അഴിമതി നടത്തിയ ഒരാളോടൊപ്പം അവിടുത്തെ ഒരു സഖാവ് പോലും പോകില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നടപടി എന്ന് പറയുന്നത് ആ സഖാവ് നടത്തിയ അഴിമതിയുടെ പേരിൽ എടുത്ത നടപടിയാണ്. സഖാവ് എം.എന്റെ പേരിലുള്ള ഓഫീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു ഓഫീസാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ ഓഫീസായിട്ടുള്ള എം.എൻ സ്മാരകം. അത് നവീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. കേരളത്തിലെ എല്ലാ ഘടകങ്ങളോടും സഖാക്കളോടും ഫണ്ട് സ്വരൂപിക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഈ സംസ്ഥാനത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പിരിച്ച് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിലിനെ ഏൽപ്പിച്ചു. എല്ലാ മണ്ഡലങ്ങളും കോട്ട പൂർത്തീകരിച്ചിട്ടും സഖാക്കളെല്ലാം കടക്കൽ മണ്ഡലത്തിലെ പാർട്ടി സഖാക്കൾ കൊടുത്ത പണം കൃത്യമായി ഇവിടെ അടയ്ക്കാതെ അതിൽ തിരിമറി നടത്തിയ ആളാണ് ജെ.സി. അനിൽ. ആ സഖാവിനോട് വിശദീകരണം ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൌൺസിലും ചേർന്ന് ആ സഖാവിനെ അന്ന് ജില്ലാ കൌൺസിലിൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു. ജില്ലാ കൌൺസിൽ അന്ന് നിലനിർത്തി. പക്ഷേ അതിനുശേഷം ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടക്കൽ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കൂടി പങ്കെടുത്തുകൊണ്ടുള്ള യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ജെ.സി. അനിലിനെതിരെ ഉയർന്നു വന്നത്. ഒരുപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സാൻമാർഗദായിനി എന്ന ഒരു സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നുള്ള വിമർശനമാണ് ആ കടക്കൽ മണ്ഡലത്തിലെ സഖാക്കൾ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കൌൺസിൽ തീരുമാനിച്ചു. ആ അന്വേഷണ കമ്മീഷൻ കെ. രാജു കൺവീനറായി, അതുപോലെ തന്നെ താരയും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള താരയും പിന്നെ R.S. അനിലും അംഗങ്ങളായിട്ടുള്ള കമ്മീഷൻ അന്വേഷണം നടത്തി, സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തിയാണ് ഒരു റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കൌൺസിലിന് സമർപ്പിച്ചത്. അതാണ് ഇന്ന് ഗൌരവമായി പാർട്ടി ചർച്ച ചെയ്തത്. നേരത്തെ വെല്ലുവിളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു ഘട്ടത്തിലും പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒറ്റക്കെട്ടായി നേരിടും. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ഈ ജില്ലയിലെ സഖാക്കളും ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അതൊരു വെല്ലുവിളിയായിട്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നില്ല. കാരണം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല. കടക്കലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിവാജ്യ ഘടകമാണ്. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്. അഴിമതിക്കാരോടൊപ്പം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നിൽക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വിശദീകരണം അവിടെ പാർട്ടി നേതൃത്വം നടത്തുമോ? കാരണം പ്രവർത്തകർക്കിടയിൽ തീർച്ചയായിട്ടും നാളെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടക്കൽ മണ്ഡലം കമ്മിറ്റി യോഗം അവിടെ ഉച്ചയ്ക്ക് ശേഷം അവിടെ ചേരുന്നുണ്ട്. രാവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സഖാവ് R. ലതാദേവി അവിടെ പാർട്ടി ഓഫീസിൽ പത്രസമ്മേളനം നടത്തി കൂടുതൽ കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ 3 മണിക്ക് പാർട്ടി മണ്ഡലം കമ്മിറ്റി യോഗം ചേരും. അവിടെ പാർട്ടി ലോക്കൽ ജനറൽ ബോഡി ചേരും.
അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഏറ്റെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. ഇവിടെ കുണ്ട്രയിലും സമാനമായ ഒരു പ്രശ്നം നിലനിന്നതാണ്. അക്കാര്യത്തിൽ നീ നടപടിയിലേക്ക് ഇക്കാര്യത്തിൽ പോകുന്നുണ്ടോ അതോ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണോ? കുണ്ടറയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഛേദവും ഉണ്ടായിട്ടില്ല. നിരവധിയായിട്ടുള്ള സഹാക്കൾ കുണ്ടറയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനിയും ധാരാളം സഹാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരും. അഴിമതിക്കാരെയും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ആളുകളോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള നിലപാടാണ് അധികാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് വ്യക്തമാവുകയാണ്. ഉറപ്പായിട്ടും. മുൻകാലങ്ങളിലും ആ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുണ്ട്, ഇന്നും എടുത്തിട്ടുണ്ട്. നാളെ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലപാട് തന്നെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി, ഈ ഇദ്ദേഹത്തിന് GC-Mനെതിരെ തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി, ഒപ്പം തന്നെ MN സ്മാരക ഫണ്ട് തിരിമറി, ഒപ്പം സന്മാർഗ സമിതിയുടെ ഫണ്ട് തിരിമറി, ഇതിനെല്ലാം തന്നെ പാർട്ടിക്ക് തെളിവുകൾ ലഭിച്ചു അന്വേഷിച്ചിട്ട്? അല്ല, അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ വന്ന വിഷയങ്ങളിൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഒരു പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ കാര്യങ്ങൾ അങ്ങനെ പറയാൻ കഴിയില്ല. അത് ആകെ തുകയാണ് ഞാൻ പറഞ്ഞത്. പൊതുവിൽ ഉണ്ടായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു പൊതുവിവരമാണ്, ഒരു ചുരുങ്ങിയ വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യം. ഏഷ്യാനിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉറപ്പല്ലേ? നടപടി വൈകിയോ? നടപടി വൈകിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ഇതാണോ? പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ചാണ് സംഘടനാ നടപടി കൈക്കൊള്ളുന്നത്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നൊരു സമയമായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളുടെ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്ചടക്ക നടപടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാറുണ്ട്. ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മുഴവ് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാനൊന്നും JC-Nലൊന്നും ആയിട്ടില്ല.